ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? അതായത് പ്രതികരിക്കാറുണ്ടോ? ഞാനൊന്നും പറയാറില്ല. കാര്യം എന്താ വെച്ചാൽ പറയുന്നവര് പറയട്ടെ. പിന്നെ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഇടുന്നവരുടെ ഞാൻ പേഴ്സണലി മെസ്സേജ് കൊടുക്കാറുണ്ട്. പക്ഷെ അത് ആർക്കും അറിയാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ അവനൊന്നും മിണ്ടണില്ല. കമന്റ് ബോക്സ് ഞാൻ ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവന്മാരൊക്കെ പേഴ്സണലി പോയിട്ട് നല്ല പൂരത്തെറിയാൻ പറയാറുണ്ട്. പക്ഷെ അത് ആർക്കും അറിയാൻ പാടില്ല. നേരിട്ട് വരാറുണ്ടോ? നേരിട്ട് ഇന്നലെ ഒരാള് എന്നെ കണ്ടായിരുന്നു. കണ്ടിട്ട് എന്നോട് ഈ കമന്റ് ഇടുന്നവന്മാരോ ധൈര്യം ഞാൻ സംഭവിച്ചു. ഞാൻ ഇന്നലെ ഒരുത്തനെ കണ്ടായിരുന്നു, എന്നെ തെറി വിളിച്ചവനെ. ഞാൻ പറയാം എന്തായാലും കമന്റ് ബോക്സിൽ അത് PR വർക്ക് എന്തുകൊണ്ട്, അതായത് ഞങ്ങൾ ഈ അതാണ് ഇന്നലെ അറിഞ്ഞ സംഭവം. ആറാട്ടൻ അരജോസ് പെരേര ഞങ്ങളുടെയൊക്കെ ഒരു പേജ് ഉണ്ടല്ലോ, അതിനകത്ത് തെറി പറഞ്ഞിട്ട് ഇത്ര ലൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും പൈസ കിട്ടും. ഇന്നലെ ഒരുത്തിനെ പൊക്കിയായിരുന്നു. അപ്പൊ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നോട്, ചേട്ടാ ഇത്ര ഒരു തെറി പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ലൈക്ക് വീണ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേയ്മെന്റ് കിട്ടും. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ തെറി പറഞ്ഞത്. ഇവർക്ക് പൈസ കൊടുക്കുന്ന ആരായിരിക്കും? സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ തന്നെ പറഞ്ഞ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇന്നലെ കറക്റ്റായിട്ട് അവൻ പറഞ്ഞത്, ചേട്ടാ അതുകൊണ്ടിട്ടാണ് തെറി പറഞ്ഞത്, വേറെ തോന്നല്ല ചേട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ താങ്കള് അലിൻ ജോസ് പെരേരയോടൊപ്പം റിവ്യൂ പറയാൻ വന്നിട്ട് ഒരുപാട് സിനിമകൾ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ താങ്കൾ കാരണം വിജയിച്ച ഒരു സിനിമയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ലേഖാചിത്രം. ലേഖാചിത്രത്തിൽ ഞങ്ങൾ റിവ്യൂ പറഞ്ഞതാ. പിന്നെ പോരാത്തതിനെ ഞാൻ അതിനകത്ത് ചെയ്തതുള്ളത് നിങ്ങൾ കണ്ടല്ലേ, ചെറിയൊരു സീൻ. ഡയലോഗൊന്നുമില്ല. അതായത് അതെ ഡയലോഗൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്ത സിനിമ ഒക്കെ ഇപ്പൊ ഞാൻ കൂടുതലും ചെയ്തേക്കുന്ന സിനിമകളിൽ ചിലതൊക്കെ 100 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട്. അതിലൊന്ന് പ്രേമലും പിന്നെ രേഖാചിത്രം. അതിനകത്തൊന്നും നമ്മുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത്. അതൊക്കെ നല്ല പടങ്ങളല്ല, അറിയാല്ല. 100 കോടി ക്ലബിൽ കയറിയ പടങ്ങളാണ്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ വേറെ ചെറിയ ചെറിയ സിനിമകളൊക്കെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വിജയിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നി? റിവ്യൂ പറയണെന്ന് വെച്ചാൽ ചില ഡയറക്ടർമാർ വന്നിട്ട് ഞങ്ങളോട് പറയും ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം, റിവ്യൂ പറയണം. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ചില ഡയറക്ടർമാർ വന്നിട്ട്, അതായത് പുതിയ പടങ്ങളിൽ വരുന്നവര് ഇപ്പൊ പറയും, ചേട്ടാ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം മീഡിയക്കാരുടെ മുമ്പിൽ, ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിച്ചാണ്. അതായത് ഒരു 5 പടമായാലും ആരും തിരിച്ചറിയാത്ത നടന്മാര് കുറെ പേരുണ്ട് അല്ലെ, ശരിയല്ലേ? അപ്പൊ ഞങ്ങളുടെ അടുത്ത് നിങ്ങടാ വന്ന് പറയണം, ചേട്ടാ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്ത്, ഞങ്ങളുടെ സിനിമ ഒന്ന് റിവ്യൂ പറ. ഞങ്ങൾക്കൊന്നും ചായ വെള്ളം ഒന്നും മേടിച്ചു തരാറില്ല. ആ ടിക്കറ്റ് എടുത്ത് തരില്ലെന്ന് പറയല്ല, ടിക്കറ്റ് തരും, ഒരു ഫ്രീ ടിക്കറ്റ് തരും. അല്ലാണ്ട് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്നാ മോനെ ഒരു സർവത്ത് കുടിക്കുന്നു പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു 10 രൂപ കാശ് തരാറില്ല. പിന്നെ ഞങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ട് അറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അതിൽ ഞങ്ങളിലൂടെ അറിയപ്പെട്ടവരുമുണ്ട്. ഞങ്ങൾ പരിചയപ്പെടുത്തി, ഇന്ന പടത്തിന്റെ ഡയറക്ടറാണ്, ഇന്ന പടത്തിൽ അഭിനയിച്ച ആ കുട്ടിയാണ്. പക്ഷെ ആ സിനിമ വിജയിക്കുന്നുണ്ടോ? സിനിമ ചിലതൊക്കെ വിജയിച്ചു, അതായത് പ്രൊഡ്യൂസറിന്റെ പൈസ തിരിച്ചിട്ടുന്നുണ്ടോ? എന്ത് അങ്ങനെ നിങ്ങൾ റിവ്യൂ പറയുമ്പോ ജനങ്ങൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? റിവ്യൂ പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണില്ല. ആ പടത്തിന്റെ ഡയറക്ടർമാർ വന്നിട്ട് ഞങ്ങൾ നല്ല പടം ഇട്ടാ ഒന്ന് പറയൂ, അങ്ങനെ പറയിപ്പിക്കണല്ലേ. അത് ഞാൻ വിജയിപ്പിക്കുക അവരുടെ പറയിപ്പിക്കണം, അല്ലാണ്ട് നമ്മൾ സ്വയമായിട്ട് പറയണില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പുറകിൽ കുറെ ആൾക്കാരുണ്ട്, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കണം.